സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സംയുക്ത സംരംഭമായ കാസർഗോഡ് ബെൽ ഇലക്ട്രിക്കൽ മെഷീൻസ് ലിമിറ്റഡ് കേന്ദ്ര സർക്കാർ കൈയൊഴിയുന്നു. ഇത് സംബന്ധിച്ച അറിയിപ്പ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം അറിയിച്ചു. കേരള പൊതുമേഖലാ സ്ഥാപനമായ കേരള ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിനെ കേന്ദ്ര നവരത്ന കമ്പനിയായ ബെല്ലിൽ ലയിപ്പിച്ചാണ് സംയുക്ത സംരംഭം തുടങ്ങിയത്. കാസർഗോഡ് ജില്ലയുടെയും സംസ്ഥാനത്തിന്റെയും വ്യവസായ പുരോഗതിക്ക് കനത്ത ആഘാതമേൽപ്പിക്കുന്നതാണ് ബെൽ ഇലക്ട്രിക്കൽസ് മെഷീൻസ് ലിമിറ്റഡിൽ നിന്നും പിന്മാറാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം. 2011 അന്നത്തെ LDF സർക്കാർ മുൻകൈയെടുത്താണ് കെൽ കാസർഗോഡ് യൂണിറ്റ് ബെല്ലിൽ ലയിപ്പിച്ചത്. 51% ഓഹരി കേന്ദ്ര സർക്കാരിനും 49% സംസ്ഥാനത്തിനുമാണ് ധാരണപ്രകാരം അനുവദിച്ചത്. ഡയറക്ടർ ബോർഡിൽ 4 അംഗങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റേതാണ്. ഒരാൾ മാത്രമാണ് സംസ്ഥാന സർക്കാർ പ്രതിനിധി. മാനേജിംഗ് ഡയറക്ടറും കേന്ദ്ര സർക്കാർ നോമിനിയാണ്. ലയനം നടന്ന് 5 വർഷം പിന്നിട്ടെങ്കിലും യാതൊരു പുരോഗതിയും ഈ കാലയളവിൽ ഉണ്ടായില്ല. ഇതിനിടയിലാണ് ബെൽ സംയുക്ത സംരംഭ കരാറിൽ നിന്നും പിന്മാറാൻ താൽപ്പര്യമറിയിച്ച് കഴിഞ്ഞ മാസം സംസ്ഥാന സർക്കാരിന് കേന്ദ്ര വ്യവസായ മന്ത്രി കത്തെഴുതിയത്. മുൻ UDF സർക്കാരിന്റെ കാലത്ത് കാര്യമായ ഇടപെടലുകൾ ഇല്ലാതിരുന്നത് ഇങ്ങനെയൊരു സ്ഥിതി സംജാതമാകാൻ കാരണമായിട്ടുണ്ട്. P. കരുണാകരൻ MP നിരവധി തവണ കമ്പനിയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് കേന്ദ്രത്തിൽ ഇടപെടൽ നടത്തിയെങ്കിലും കാര്യമായ പ്രതികരണമുണ്ടായില്ല. കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ ഉറച്ചുനിന്നാൽ കമ്പനിയുടെ ഭാവി അനിശ്ചിതത്വത്തിലാകും. സണ്ണി ജോസഫ്, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കെ ബാബുവിനെതിരായ കേസിൽ നിലപാട് മാറ്റി സുധീരൻ. ബാബുവിനെതിരായ വിജിലൻസ് നടപടി രാഷ്ട്രീയ പകപോക്കലെന്ന് സുധീരൻ. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തെളിവുകൾ ബാബുവിനെതിരെ ഇല്ല. കൃത്യതയോടെ പ്രതികരിക്കുന്നതാണ് ഇത്രയും കാലം കാത്തിരുന്നതെന്നും സുധീരൻ വ്യക്തമാക്കി. ഒരു മാസത്തിലേറെ നീണ്ട മൗനം സൃഷ്ടിച്ച അനിശ്ചിതാവസ്ഥയ്ക്കൊടുവിൽ VM സുധീരൻ കെ ബാബുവിനെ പിന്തുണച്ച് രംഗത്തെത്തി. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിൽ എഴുതി കൊടുത്ത പ്രമേയം അദ്ദേഹം അതേപടി വായിക്കുകയായിരുന്നു. രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ വിജിലൻസിനെ കരുവാക്കി നടത്തുന്ന അന്വേഷണ പ്രഹസനങ്ങളോട് യോജിക്കാനാവില്ല. ബാബുവിനെതിരെ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ പകപോക്കലായി മാത്രമേ കാണാനാകൂ. കെ ബാബുവിനെതിരെ കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പ്രതി ചേർത്താൽ ഇതേ നിലപാടിൽ നിന്നും പിന്നാക്കം പോകുമോ എന്ന ചോദ്യത്തിന് VM സുധീരൻ കൃത്യമായി മറുപടി പറഞ്ഞില്ല. അല്ല, അതിപ്പോ ഞാൻ പറയാം, ഇതിനകത്ത് ഏത് കാര്യം വരുമ്പോൾ വരുന്നതിനനുസരിച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഏതെങ്കിലും നമുക്കൊരു മുൻകൂട്ടി ഒരു ധാരണയില്ലല്ലോ. അല്ല, നിങ്ങൾ ഈ തരം കാര്യം മാത്രം നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ഇത് സംബന്ധിച്ച് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് അതേക്കുറിച്ച് ആവശ്യമെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ പറയാൻ യാതൊരു മടിയുണ്ടാവില്ല. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MM ഹസൻ എന്നിവർ VM സുധീരനെതിരെ രൂക്ഷമായ കടന്നാക്രമണം നടത്തി. സുധീരൻ ആദർശത്തിന്റെ തടവറയിലാണെന്നും അത് പാർട്ടി സംഘടനാ സംവിധാനത്തെ ബാധിക്കുമെന്നും മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി. 10 വർഷമായി പാർട്ടി യോഗത്തിന് കൃത്യമായി എത്താത്തതുകൊണ്ടാണ് മുല്ലപ്പള്ളി ഇങ്ങനെ പറയുന്നതെന്ന് VM സുധീരൻ തിരിച്ചടിച്ചു. KM മാണിയെ മടികൂടാതെ പിന്തുണച്ച സുധീരൻ ബാബുവിന്റെ കാര്യത്തിൽ പ്രതികരണം നീട്ടിക്കൊണ്ടുപോയത് അനൗചിത്യമായി പോയെന്ന് MM ഹസൻ കുറ്റപ്പെടുത്തി. DCC അധ്യക്ഷന്മാരെ മാറ്റിക്കൊണ്ടുള്ള പുനഃസംഘടന ഉടൻ ആരംഭിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നിക് വ്യക്തമാക്കി. പൊതു സ്വീകാര്യത മാത്രമാവും ഇതിന്റെ മാനദണ്ഡമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭയ്ക്കുള്ളിലും പുറത്തും സർക്കാരിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. S. ജീവൻകുമാർ, തിരുവനന്തപുരം. കേരളത്തിൽ BJPയുടെ അടിത്തറ BDJS ആണെന്ന് വെള്ളാപ്പള്ളി നടേശൻ. BDJSന് നൽകിയ വാഗ്ദാനങ്ങൾ BJP പാലിച്ചില്ലെങ്കിൽ സഖ്യത്തിൽ വിള്ളലുണ്ടാകും. BDJSനെ അവഗണിക്കുന്നതിൽ അണികൾക്കിടയിൽ എതിർപ്പ് ശക്തമാണ്. BJP സംസ്ഥാന നേതൃത്വത്തെയും കേന്ദ്രം അവഗണിക്കുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. കഴിഞ്ഞ 2 ദിവസമായി BJP ദേശീയ നേതൃത്വത്തിനെതിരെ വിമർശനമുന്നയിക്കുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് വീണ്ടും രൂക്ഷ വിമർശനവുമായാണ് BJP നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കേരളത്തിൽ BJPയുടെ അടിത്തറ എന്ന് പറയുന്നത് BDJS ആണ്. മാത്രമല്ല, BDJS ചേർന്നതുകൊണ്ടാണല്ലോ BJPക്ക് ഇവിടെ 15% വോട്ട് കിട്ടിയത്. അല്ലെങ്കിൽ BJPക്ക് കേരളത്തിൽ 15% വോട്ട് എവിടെ ഇരിക്കുന്നു? അവർക്ക് ഇതുക്ക് മുമ്പ് കിട്ടിയത് 4-5% വോട്ടല്ലേ കിട്ടിയിരുന്നല്ലോ. എല്ലാ കാലത്തും BDJSനെ പറ്റിച്ച് BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചു. അത് ഏതായാലും പരിഗണനയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും എന്നും എല്ലാവരെയും എക്കാലത്തും പറ്റിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ആർക്കും സാധിക്കില്ല. SNDPയുടെ പിന്തുണയില്ലെങ്കിൽ കേരളത്തിൽ BDJSന്റെ ശക്തി ക്ഷയിക്കുമെന്നും BJP-BDJS കൂട്ടുകെട്ട് നഷ്ടപ്പെട്ടാൽ BJP കേരളത്തിൽ പഴയ അവസ്ഥയിലേക്ക് പോകുമെന്നും വെള്ളാപ്പള്ളി മുന്നറിയിപ്പ് നൽകി. BDJS അകന്നു പോവുകയും BJP ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് അവിടെ ദയനീയമായിരിക്കും അവരുടെ സ്ഥിതി. പറ്റില്ല.
എങ്ങനെ ഉണ്ടാകാൻ? ആരാ വോട്ട് ചെയ്യാനിരിക്കുന്നത്? SNDPയുടെ ബി ടീമായി പ്രവർത്തിക്കാൻ BDJSനെ അനുവദിക്കില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കേരള രാഷ്ട്രീയ രംഗത്ത് BDJS രൂപീകരിച്ചതിന് ശേഷം SNDPയുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്നുവെന്ന തിരിച്ചറിവാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ BDJS BJP ബന്ധത്തിൽ നിന്നും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. BDJS BJP സഖ്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി. പാർട്ടിക്ക് ലഭിക്കേണ്ട സ്ഥാനങ്ങൾ സംബന്ധിച്ച് 2 ആഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകും. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണെന്ന് പറഞ്ഞ തുഷാർ, മൈക്രോ ഫിനാൻസ് കേസിൽ VSന്റെ നീക്കം വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിലാണെന്നും കോഴിക്കോട്ട് പ്രതികരിച്ചു. അങ്ങനെ ഒരു അസംതൃപ്തി ഇല്ല. ഞങ്ങൾ സംബന്ധിച്ചുള്ള കാര്യം അത് വ്യക്തമായ എനിക്കറിയാം. കാരണം ഞാൻ തന്നെയാണ് ഈ അമിത് ഭായിയുമായി ഒക്കെ ചർച്ച നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം വ്യക്തമായി അറിയാമെന്നുള്ള ആളെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ല. ഒറ്റക്കെട്ടായി കൂടുതൽ സജീവമായി NDA മുമ്പോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. കേരളത്തിലെ മുഖ്യമന്ത്രിയെ ജനറൽ സെക്രട്ടറി കണ്ടു കഴിയുമ്പോഴത്തേക്ക് എന്താണെങ്കിലും VS അച്യുതാനന്ദൻ കേസ് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുള്ള കാര്യമല്ല. നിയമപരമായി നേരിടാനുള്ള കാര്യങ്ങളാണ്. നിയമപരമായി ഞങ്ങൾ നേരിടും. അത് ഞങ്ങളാരും ഭയപ്പെടുന്നൊരു പ്രശ്നമേ അല്ല. ഉറി ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് BJP ദേശീയ കൗൺസിലിൽ പ്രത്യേക പ്രമേയം. ഭീകരർക്കെതിരായ യുദ്ധം ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു. അന്തിമ വിജയം ഇന്ത്യക്കായിരിക്കുമെന്നും അമിത്ഷാ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്നു. ദേശീയ കൗൺസിൽ സമാപിച്ചു. പാകിസ്ഥാന്റെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കൗൺസിലിൽ പ്രത്യേക പ്രമേയം അവതരിപ്പിച്ചത്. പാകിസ്ഥാൻ തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഭീകരവാദികൾക്ക് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകും. തീവ്രവാദികൾക്കെതിരെ രാജ്യം യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. അന്തിമ വിജയം ഇന്ത്യക്കായിരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. भारतीय जनता पार्टी जम्मू कश्मीर के उरी में स्थित भारतीय सेना के कैंप पर हुए आतंकी हमले की कड़ी निंदा करती है। इस जघन्य एवं कायरतापूर्ण हमले में 18 बहादुर जवान शहीद हो गए। हम शहीद जवानों के प्रति भावभीनी श्रद्धांजलि अर्पित करते हैं और उनके परिवार के प्रति संवेदना प्रकट करते हैं। देश इस बात के लिए संकल्पित है कि पाकिस्तान द्वारा प्रायोजित आतंकवाद का करारा जवाब दिया जाएगा. രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും പതാക ഉയർത്തിയതോടെയാണ് ദേശീയ കൗൺസിലിന് ഔപചാരികമായ തുടക്കമായത്. 1700 പ്രതിനിധികളാണ് കൗൺസിലിൽ പങ്കെടുത്തത്. കൗൺസിൽ വേദിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ NDA നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രിയുടെ പാകിസ്ഥാൻ വിരുദ്ധ പ്രസംഗത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള പ്രമേയ അവതരണവും ചർച്ചകളുമാണ് BJP ദേശീയ കൗൺസിലിനകത്തും നടന്നത്. കോഴിക്കോട് നിന്നും PV കുട്ടൻ. ഉറി ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പു നൽകുന്നതായി പ്രധാനമന്ത്രി. ഇന്ത്യൻ സൈന്യം സംസാരിക്കുകയല്ല, പ്രത്യാക്രമണം നടത്തുകയാണ് ചെയ്യാറുള്ളതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾ തള്ളി പാകിസ്ഥാൻ രംഗത്തെത്തി. പാക് നഗരങ്ങളിൽ ഇന്ത്യ ഭീകരവാദികൾക്ക് സഹായം നൽകുകയാണെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു. ഉറി ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് റേഡിയോ പ്രഭാഷണ പരമ്പരയായ മൻ കി ബാത്തിലും പാകിസ്ഥാനെതിരെ വീണ്ടും അതിരൂക്ഷ വിമർശനം ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയത്. ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടില്ല. ജീവൻ നഷ്ടപ്പെട്ട സൈനികർക്ക് ആദരമർപ്പിക്കുന്നു. ഇന്ത്യൻ സേനയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. സൈന്യം സംസാരിക്കുകയല്ല, പ്രത്യാക്രമണം നടത്തുകയാണ് ചെയ്യാറുള്ളതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. കാശ്മീർ ജനതയെ സംരക്ഷിക്കുക എന്നത് ഭരണകൂടത്തിന്റെ കടമയാണെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ത്യ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രകോപനം സൃഷ്ടിക്കുകയാണെന്ന് പാകിസ്ഥാൻ ആരോപിച്ചു. പാക് നഗരങ്ങളിൽ ഇന്ത്യ ഭീകരവാദികൾക്ക് സഹായം നൽകുകയാണെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. കാശ്മീരിലെ ജനതയോട് ക്രൂരത കാണിക്കുന്നത് ഇന്ത്യയാണെന്നും പാക് വാർത്താവിതരണ മന്ത്രി പർവേസ് റാഷിദ് ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്തെ ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭുവിന് കത്തയച്ചു. 2 മാസത്തിനിടെ 3 തീവണ്ടി അപകടങ്ങളുണ്ടായ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ കത്ത്. ആവർത്തിച്ചുണ്ടാകുന്ന അപകടങ്ങളിൽ യാത്രക്കാർ ഭീതിയിലാണ്. കേരളത്തിൽ സർവീസ് നടത്തുന്ന തീവണ്ടികളിലെ കോച്ചുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങളിൽ റെയിൽവേ മന്ത്രിയുടെ വ്യക്തിപരമായ ഇടപെടൽ അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ തനിക്കെതിരെയുള്ള FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ കക്ഷി ചേരും. കേസ് അട്ടിമറിക്കാൻ വെള്ളാപ്പള്ളി നടത്തുന്ന ചെപ്പടി വിധികളൊന്നും വിലപ്പോവില്ലെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. ഈഴവ സമുദായത്തിലെ പാവപ്പെട്ട സ്ത്രീകളെ വഞ്ചിച്ച കേസിൽ 1-ാം പ്രതിയാണ് വെള്ളാപ്പള്ളി.
UDF സർക്കാരും നടേശനും കൂടി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു തട്ടിപ്പെന്നും VS പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. കേസിൽ സർക്കാർ അതീവ ജാഗ്രത പുലർത്തണമെന്നും VS ആവശ്യപ്പെട്ടു. വാർത്തകളിലേക്ക്. 14ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. 29 ദിവസം നിലനിൽക്കുന്ന സമ്മേളനത്തിൽ കിഫ്ബി രൂപവൽക്കരിക്കാനുള്ള നിയമം, ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഭേദഗതി, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ഭേദഗതി ബിൽ എന്നിവ പരിഗണിക്കും. കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രത്യേക ബ്ലോക്കായി ഇരിക്കാനും സഭയിൽ തീരുമാനമുണ്ട്. LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള 2ാമത്തെ നിയമസഭാ സമ്മേളനത്തിനാണ് നാളെ തുടക്കം കുറിക്കുന്നത്. നവംബർ 10 വരെയാണ് സമ്മേളനം. 2016-17 ബജറ്റ് പൂർണ്ണമായി പാസാക്കുകയാണ് സഭാ സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. ബജറ്റിന്റെ ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയ്ക്കും വോട്ടെടുപ്പിനുമായി 13 ദിവസമാണ് മാറ്റിവച്ചിരിക്കുന്നത്. അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങൾക്കായി 5 ദിവസവും മാറ്റിവച്ചിട്ടുണ്ട്. നാളെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഭേദഗതി ബിൽ, കേരള അടിസ്ഥാന നിക്ഷേപനിധി ബില്ലുകളുടെ അവതരണവും സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന പ്രമേയവും പരിഗണിക്കും. ഇരു ബില്ലുകളും ഈ സമ്മേളന കാലയളവിനുള്ളിൽ തന്നെ പാസാക്കും. നിയമസഭാ സമിതികൾ സമർപ്പിക്കുന്ന റിപ്പോർട്ടുകളിൽ സഭയ്ക്കുള്ളിൽ ചർച്ച നടത്തുന്ന രീതി ഈ സമ്മേളനത്തിൽ ആരംഭിക്കും. സാധാരണ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലുകളാണ് ശ്രദ്ധേയമാകുന്നതെങ്കിൽ ഇത്തവണ കേരള കോൺഗ്രസ് പ്രത്യേക ബ്ലോക്കായിരിക്കുന്നതാകും അസാധാരണത്വം. UDF വിട്ട് 6 MLAമാർ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമിടയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കുന്നത് സമീപകാല നിയമസഭാ ചരിത്രത്തിൽ പുതുമയാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇളവ് നേടി പ്രവർത്തിച്ചു വന്ന തോട്ടം അടച്ചുപൂട്ടിയിട്ട് 18 വർഷം പിന്നിടുമ്പോൾ തൊഴിലാളികളുടെ ദുരിതം തീരുന്നില്ല. ഇടുക്കി പീരുമേട്ടിലെ പീരുമേട് ടീ കമ്പനിയിൽ ജോലി നോക്കിയ 100 കണക്കിന് തൊഴിലാളികളാണ് ചോർന്നൊലിക്കുന്ന ലയത്തിൽ അന്തിയുറങ്ങുന്നത്. ഹാരിസൺ മൂങ്കലർ തോട്ടം കൂടി അടച്ചുപൂട്ടിയതോടെ ഭാവി ജീവിതത്തെക്കുറിച്ച് കടുത്ത ആശങ്കയിലാണ് തൊഴിലാളികൾ. ഇടുക്കി പീരുമേട് താലൂക്കിൽ 1998 അടച്ചുപൂട്ടിയ പീരുമേട് ടീ കമ്പനിയിലെ തൊഴിലാളികളാണ് ദുരിതം പേറുന്നത്. കടുത്ത ദാരിദ്ര്യത്തിൽ തൊഴുത്തിന് സമാനമായ ഇടത്താണ് ഇക്കൂട്ടർ അന്തിയുറങ്ങുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഇവർ കഴിയുന്ന ലയങ്ങൾ ആകെ തകർന്ന നിലയിലാണ്. കമ്പനി പൂട്ടിയതോടെ ലയങ്ങളുടെ അറ്റകുറ്റപ്പണികളും നിലച്ചു. 18 വർഷമായി പൂട്ടിക്കിടക്കുന്ന ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യാതെ വന്നതോടെ ജീർണിച്ച് നിലംപൊത്താറായ സ്ഥിതിയിലാണ് ഇവർ താമസിക്കുന്ന ലയങ്ങൾ. ഇതുവരെ 5 മാസം 6 മാസം വീതിയും കൊടുക്കാറുണ്ട്, സെലവാസം കിട്ടാനില്ല. ഈ ലയം നോക്കാന്ന് പറഞ്ഞ് ഈ ലയം നോക്കുന്നത് ലയം മൊത്തം ഇടിഞ്ഞു കിടക്കുക. കുട്ടികളെ താമസിക്കാൻ പറ്റത്തില്ല, പെണ്ണുങ്ങൾക്ക് താമസിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ആണുങ്ങൾ ഇവിടെ പണിയില്ലാതെ, ഈ എഷടി പണിയില്ലാതെ അടുത്ത സ്ഥലത്തിലാണ് ഞങ്ങൾ പണി ചെയ്യുന്നത്. തോട്ടം തൊഴിലാളികൾക്ക് ഭൂമിയും വീടും നൽകുമെന്ന പുതിയ സർക്കാരിന്റെ വാക്കുവിശ്വസിച്ചാണ് ഇവിടുത്തെ പാവം തൊഴിലാളികൾ കഴിയുന്നത്. ഹാരിസൺ മലയാളത്തിന്റെ മൂങ്കിലാർ തോട്ടം കൂടി അടച്ചുപൂട്ടിയതോടെ ഈ മേഖലയിലെ തൊഴിലാളികളുടെ ആശങ്ക ഇരട്ടിയായിരിക്കുന്നു. ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളി കുടുംബങ്ങളെ നിത്യപട്ടിണിയിലേക്ക് തള്ളിയിട്ടാണ് തോട്ടമേഖലയിൽ തേയിലത്തോട്ടങ്ങൾ അടച്ചുപൂട്ടുന്നത്. ആനുകൂല്യങ്ങൾ ഒന്നും നൽകാതെ, യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഇത്തരത്തിൽ തോട്ടങ്ങൾ സ്വകാര്യ വ്യക്തികൾ അടച്ചുപൂട്ടുന്നത്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ലെസ്ലി ജോൺ, ഇടുക്കി. പ്രാചീന സുഗന്ധവ്യഞ്ജന പാതയുടെ ഓർമ്മയിൽ കടൽ കടന്ന ഭക്ഷ്യവിഭവങ്ങൾ കൊച്ചിയിലെത്തി. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന സ്പൈസ് റൂട്ട് പാചകമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച രാജ്യാന്തര പാചക മത്സരത്തിൽ 15 വിദേശ രാജ്യങ്ങളാണ് മാറ്റുരച്ചത്. 3000 വർഷം പഴക്കമുള്ള സുഗന്ധവ്യഞ്ജന പാതയുടെയും വ്യാപാരത്തിന്റെയും സാധ്യതകൾ ടൂറിസത്തിനായി ഉപയോഗിക്കാൻ ഒരുങ്ങുകയാണ് കേരള ടൂറിസം വകുപ്പ്. കേരളത്തെ ലോകഭൂപടത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടായി അടയാളപ്പെടുത്തിയത് 3000 വർഷത്തിലധികം പഴക്കമുള്ള സുഗന്ധവ്യഞ്ജന പാത തന്നെയായിരുന്നു. ആ ഓർമ്മകളെ തിരിച്ചുപിടിക്കുക മാത്രമല്ല കേരള ടൂറിസം ചെയ്യുന്നത്. സ്പൈസ് റൂട്ടിൽ അംഗങ്ങളായ 31 രാജ്യങ്ങളുമായി കേരള ടൂറിസം അടുത്ത ബന്ധം സ്ഥാപിച്ച് അത് ടൂറിസത്തിനായി ഉപയോഗിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി ടൂറിസം വകുപ്പ് കൊച്ചിയിൽ സംഘടിപ്പിച്ച സ്പൈസ് റൂട്ട് ഭക്ഷ്യമേളയ്ക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. കേരള ടൂറിസം ഡയറക്ടർ UV ജോസ് IAS. മുസിരീസ് എന്നത് നമ്മുടെ സ്പൈസ് ട്രേഡിന്റെ ഏറ്റവും വലിയ ഹബ്ബായിട്ട് 3000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ പ്രവർത്തിച്ചെങ്കിൽ ആ ഒരു ഹബ്ബിനെ നമ്മൾ ടൂറിസത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഞായറാഴ്ച നടന്ന രാജ്യാന്തര പാചകമേളയിൽ ഈജിപ്ത്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഖത്തർ, ഒമാൻ, തുർക്കി തുടങ്ങി 15 രാജ്യങ്ങളിൽ നിന്നായി 17 ടീമുകൾ തങ്ങളുടെ രുചിക്കൂട്ടുകൾ കേരളത്തിനായി പരിചയപ്പെടുത്തി. പ്രമുഖ ഷെഫുമാരായ വിജയ് നാഗ്പാൽ, ദബ്രാജ് ഭൗമിക്, മോണ്ടു സൈനി എന്നിവർ വിരുന്നു വന്ന രുചികളെ വിലയിരുത്തി. കേരളത്തിലെ പ്രൊഫഷണൽ ഷെഫുമാർക്കും വീട്ടമ്മമാർക്കുമൊക്കെയായി തിങ്കളാഴ്ച മറ്റൊരു പാചക മത്സരവും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച നടക്കുന്ന സമാപന യോഗത്തിൽ ടൂറിസം വകുപ്പ് മന്ത്രി AC മൊയ്തീൻ വിജയികൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്യും. അലക്സ്, റാം മുഹമ്മദ്, കൊച്ചി.
ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തെ അധികായകരും വ്യാവസായിക ലോകവുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ കഥ പറയുന്ന പുസ്തകമാണ് ദി ഫീറ്റ്സ് ഓഫ് വൾച്ചേഴ്സ്. ശതകോടീശ്വരന്മാരുടെ യഥാർത്ഥ മുഖംമൂടി പിച്ചു ചീന്തുന്ന ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം സമകാലിക രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ മുഖമാണ് അനാവരണം ചെയ്യുന്നത്. മലയാളിയായ മാധ്യമപ്രവർത്തകൻ ജോസി ജോസഫ് അതീവ സാഹസികമായി രചിച്ച ഈ പുസ്തകത്തിന്റെ കോപ്പികൾ ചൂടപ്പം പോലെയാണ് വിപണിയിൽ വിറ്റഴിയുന്നത്. വഖഫ് ബോർഡിന് കീഴിലെ ഒരു അനാഥാലയത്തിന്റെ ഭൂമി തട്ടിയെടുത്താണ് മുകേഷ് അംബാനി എന്ന ശതകോടീശ്വരൻ തന്റെ മണിമാളിക മുംബൈയിൽ പണിതുയർത്തിയതെന്ന് കേട്ടാൽ ഏത് ഇന്ത്യക്കാരനും ഒന്ന് ആശ്ചര്യം കൂറിയേക്കാം. ചാരിറ്റി പ്രവർത്തനത്തിന്റെ പേരിൽ വേദാന്ത ഗ്രൂപ്പിന്റെ ഉടമസ്ഥൻ അനിൽ അഗർവാൾ താൻ പഠിച്ച പാട്നയിലെ സ്കൂൾ ഹെഡ് മാസ്റ്ററെയും കുട്ടികളെയും വിഡ്ഢികളാക്കിയ കഥ രസകരമായി മാത്രമേ വായിക്കാൻ കഴിയൂ. ഇങ്ങനെ കേട്ടാൽ എളുപ്പത്തിൽ ദഹിക്കാൻ പാടുള്ള ഒരുപാട് സംഭവകഥകളുടെ ഒരു അക്ഷയപാത്രമാണ് ഫീസ്റ്റ് ഓഫ് വൾച്ചേഴ്സ് അഥവാ കഴുകന്മാരുടെ സദ്യ എന്ന പുസ്തകം. ലോക പുസ്തക പ്രസാധന രംഗത്തെ അധികായകന്മാരായ ഗില്ലോൺ എയ്റ്റ്കനും പെൻഗിൻ പബ്ലിഷേഴ്സും ഹാർപ്പൻ കോളിൻസും ഈ പുസ്തകത്തിൻ്റെ പ്രസാധക അവകാശം സ്വന്തമാക്കാൻ വേണ്ടി ലേലം തന്നെ നടത്തിയെന്നറിയുമ്പോഴാണ് ഈ മലയാളി പത്രപ്രവർത്തകൻ്റെ യഥാർത്ഥ വില നമ്മളറിയൂ. ലളിതമായ ഭാഷയിൽ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് താൻ എല്ലാം എഴുതിയതെന്ന് ജോസി ജോസഫ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. അതായത് നമ്മൾ ഇന്ത്യനെ നിങ്ങൾ ആകാശത്തിന് താഴോട്ട് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ കൂട്ടം മെല്ലിയിട്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെയും ഇന്ത്യയുടെ റിസോഴ്സുകളെയും ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെ വിഹിതത്തിനെയും ഒക്കെ കടിച്ചു കീറി തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ആർത്തിയോടുകൂടി. ബുക്കിൻ്റെ മൊത്തം പ്രിമൈസ് എന്ന് പറയുന്നത് ഒരു തിയറിയാണ്. ആ തിയറി വെച്ചാൽ എവറിത്തിങ് ഇൻ ദിസ് കൺട്രി ഈസ് ഓൺ സെയിൽ. എല്ലാം ഇവിടെ വിൽക്കപ്പെടും. ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, ഒരു ഗവൺമെൻറ് ആയിക്കോട്ടെ, അത് വാങ്ങിക്കാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻ്റർമീഡിയറി ഇടനിലക്കാരനെ കണ്ടുപിടിച്ച് അവന് കറക്റ്റ് കൈക്കൂലി കൊടുക്കുകയാണെങ്കിൽ എന്തും ഇവിടെ വാങ്ങിക്കാമെന്ന് ആ തിയറി ഞാൻ കഥകളിലൂടെ പ്രൂവ് ചെയ്യുകയാണ്. 90കളുടെ തുടക്കത്തിൽ മുംബൈയിൽ കൊല ചെയ്യപ്പെട്ട സൗത്ത് വെസ്റ്റ് എയർലൈൻസിന്റെ ഉടമസ്ഥൻ തക്കീദുദ്ദീൻ വാഹിദിന്റെ കൊലപാതകത്തിന് പിന്നിൽ ജെറ്റ് എയർവേസിന്റെ സ്ഥാപകൻ നരേഷ് ഗോയലാണെന്ന സംശയം പുസ്തകം ഉയർത്തുന്നു. പുസ്തകത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന സംവാദത്തിൽ MG രാധാകൃഷ്ണൻ പങ്കെടുത്തു. അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഏടുകൾ അനാവരണം ചെയ്യുന്ന സംവാദം കേൾക്കാൻ മുതിർന്ന മാധ്യമപ്രവർത്തകർ മുതൽ ജേർണലിസം വിദ്യാർത്ഥികൾ വരെ എത്തി. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവഹേളിച്ച പോലീസുകാരന് സസ്പെൻഷൻ. മുൻ പോലീസ് അസോസിയേഷൻ നേതാവ് കൂടിയായ അസ്കറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. കണ്ണൂർ ട്രാഫിക് പോലീസ് IC അസ്കറിനെയാണ് SP സസ്പെൻഡ് ചെയ്തത്. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും അവഹേളിക്കുന്ന വിധം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിനെതിരെയാണ് നടപടി. ഓണത്തിന് ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികൾക്ക് പോലും അവധി നൽകിയിട്ടുണ്ട്. ഉട്ടോപ്യൻ തീരുമാനമാണ് സർക്കാരിൻ്റേത്. മുഖ്യമന്ത്രി കസേരയുടെ പദവി അർഹിക്കുന്നയാളല്ല അതിലിരിക്കുന്നതെന്നുമടക്കം സർക്കാരിൻ്റെ എല്ലാ തീരുമാനങ്ങളെയും അവഹേളിക്കുന്ന രീതിയിലാണ് അസ്കർ ഫേസ്ബുക്ക് പോസ്റ്റിട്ടത്. കേരള മുഖ്യമന്ത്രിക്ക് ഒരു മലയാളിയുടെ കത്ത് എന്ന പേരിലാണ് അസ്കറിന്റെ FB പോസ്റ്റ്. പോലീസ് അസോസിയേഷൻ മുൻ ഭാരവാഹി കൂടിയാണ് അസ്കർ. കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാവായ അസ്കർ പോലീസിന്റെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് സർക്കാരിനെ കരിവാരിത്തേക്കാൻ മനഃപൂർവ്വം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയായിരുന്നു. ശബരിമലയിൽ പോകുന്നവരുടെ പേര് മാറ്റണമെന്നും അയ്യപ്പന്മാർ എന്ന് വിളിക്കാൻ പറ്റില്ലെന്നും സഖാവ് എന്ന് വിളിക്കണമെന്നും ഹരിവരാസനത്തിന് പകരം ബലികുടീരങ്ങളെ പാടണമെന്നും അപ്പത്തിനും അരവണക്കും പകരം ബീഫ് ചില്ലി നൽകണമെന്നും രാഷ്ട്രീയ പ്രചരണവും വർഗീയ ചേരിതിരിവും സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു അസ്കറിൻ്റേത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. താഴത്തങ്ങാടി ജുമാ മസ്ജിദ് സംരക്ഷിക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ചരിത്രപ്രസിദ്ധമായ മസ്ജിദ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്ഥാപനങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രത്യേക പദ്ധതിയിലാണ് താഴത്തങ്ങാടി ജുമാ മസ്ജിദ് സംരക്ഷണം ഉൾപ്പെടുത്തുകയെന്നും മന്ത്രി അറിയിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും കൊത്തുപണികളാൽ സമൃദ്ധവുമായ താഴത്തങ്ങാടി ജുമാ മസ്ജിദ് പള്ളിയുടെ പ്രത്യേകതകൾ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. ക്ഷേത്രശില്പ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള പള്ളിയുടെ തേക്കുതടികൾ കടഞ്ഞെടുത്ത തൂണുകളും കമാനങ്ങളും മേൽക്കൂടും തട്ടിൻപുറവുമെല്ലാം വിവിധ കാലഘട്ടങ്ങളുടെ ചരിത്രം കൂടിയാണ് പങ്കുവെക്കുന്നത്. ഈ പൈതൃക സ്വത്തുക്കൾ ബഹുജനങ്ങൾക്ക് പഠനവിധേയമാക്കാൻ കഴിയുന്ന തരത്തിൽ സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. നമ്മുടെ സംസ്കാരത്തിന്റെ, പ്രത്യേകിച്ച് നമ്മുടെ ഒരു മതേതര ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യത്തിനകത്ത് സൂക്ഷിക്കേണ്ടത് ഭൗതികമായി സൂക്ഷിക്കുക മാത്രമല്ല, സംസ്കാരത്തിന്റെ ഭാഗമായി മനസ്സ് സൂക്ഷിക്കേണ്ട സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ്. അത് ഞാൻ സന്ദർശിച്ചു. അതിനാവശ്യമായ പരിരക്ഷ നൽകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പള്ളി ആളുകളെ സംസാരിച്ചിട്ടുണ്ട്. പള്ളിയിലെ അമൂല്യമായ വസ്തുക്കളും ചരിത്ര ഗ്രന്ഥങ്ങളും ആരാധനാ ഉപകരണങ്ങളും സാധന സാമഗ്രികളും പരിരക്ഷിക്കും. പള്ളി സന്ദർശിച്ച് സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആർക്കിയോളജി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. താഴത്തങ്ങാടി പള്ളിയുടെ വാസ്തു സൗന്ദര്യം ആസ്വദിച്ച മന്ത്രി സന്ദർശന ഡയറിയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയ ശേഷമാണ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.